ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-6 വറ്റൽമുളക് എടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു 10-20 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി ചെറിയുള്ളിയും പകുതി സവാളയും അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 10-20 ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ 5-6 വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. ഇനി ഇതിന് മുന്നേ നമ്മൾ ചിക്കൻ കായം തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഒരു പാൻ ചൂടാക്കിയിട്ട് ആ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ഒരു 3-4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അല്ല, നിങ്ങൾക്കൊന്ന് ചതുക്കി എടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ആയാലും ടേസ്റ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ആ എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് എടുത്താൽ മതി. ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതോടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരച്ചതിൻ്റെയൊക്കെ ഒരു പച്ചച്ചോയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റും പിന്നെ അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ആ ചിക്കനിലേക്ക് അതിൻ്റെ മസാല പിടിക്കാനും ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് മസാലയ്ക്ക് വരാനും വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ, അതായത് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിൽ ചേർത്ത് കൊടുക്കുക. കാരണം ഒന്ന് ആ ഗ്രേവി ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഒരു ഫൈനൽ ടച്ചപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചെറിയ ഉള്ളിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഇനി വിരുന്നേര് വരുമ്പോൾ പൊറോട്ടയും ചപ്പാത്തിയും അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ഫ്രം സിനു ഷംസി.